Hi, my immigration story by Tan Le. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ലാംഗ്വേജസ് ഓണേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പാഠത്തിൻ്റെ എസ്സേസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? വെൽ ഫ്രണ്ട്സ്, ഹിയർ ഈസ് essay question number 1. Discuss how Tan Le underscores the strength of familial bonds in her speech and how they contributed to her personal and professional achievements. Tan Le അവരുടെ പ്രസംഗത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ശക്തിയെ ഏതു വിധത്തിലാണ് അടിവരയിട്ട് പറയുന്നത്? അവളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ നേട്ടങ്ങളെ തൻ്റെ ഈ കുടുംബ ബന്ധങ്ങളുടെ ശക്തി ഏതു വിധേനയാണ് സഹായിച്ചത്? ഇതൊന്ന് ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം. വെൽ ഫ്രണ്ട്സ്, ഹിയർ ഈസ് ദി ആൻസർ. ഇൻ ഹെർ TED talk, Tan Le emphasizes the importance of strong family bonds. Tan Le അവരുടെ TED ടോക്കിലൂടെ ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെ ശക്തമായി ഊന്നിപ്പറയുന്നു. She speaks about how her family stuck together through incredibly tough times, like fleeing Vietnam after the war. യുദ്ധാനന്തരം വിയറ്റ്നാമിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം കഠിനമായ സമയങ്ങളിൽ ടാൻ ലിയുടെ കുടുംബം എങ്ങനെ ഒന്നിച്ചു നിന്നെന്ന് അവർ പറയുന്നു. Their journey was filled with danger, but they supported each other. അവരുടെ യാത്ര അപകടം നിറഞ്ഞതായിരുന്നു, എന്നാൽ അവർ പരസ്പരം പിന്തുണച്ചു. It shows how family can give you strength even in the hardest moments. വളരെ ദുഷ്കരമായ നിമിഷങ്ങളിൽ പോലും തങ്ങളുടെ കുടുംബത്തിന് എങ്ങനെ നിങ്ങൾക്ക് ശക്തി നൽകാമെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 1. Now friends, take a look at paragraph number 2. Tan Le tells us how her mother, grandmother and sister worked hard to build a new life in Australia. ഓസ്ട്രേലിയയിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ തൻ്റെ അമ്മയും മുത്തശ്ശിയും സഹോദരിയും കഠിനാധ്വാനം ചെയ്തത് എങ്ങനെയെന്ന് ടാൻ ലെ നമ്മോട് പറയുന്നു. They didn't have much when they arrived, but they had each other. അവർ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഓർക്കണം, അവർക്ക് പരസ്പരം അവർ തന്നെ ഉണ്ടായിരുന്നു. Their unity gave them the determination to overcome the struggles of being refugees in a new country. ഒരു പുതിയ രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ മറികടക്കാനുള്ള ദൃഢനിശ്ചയം അവർക്ക് നൽകിയത് അവരുടെ ഇടയിലുള്ള ഐക്യമാണ്. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 2. Now friends, here is paragraph number 3. Her family also valued education and hard work, which shaped Tan Le's mindset. അവളുടെ കുടുംബത്തിന് വിദ്യാഭ്യാസത്തെയും കഠിനാധ്വാനത്തെയും പറ്റി നല്ല മതിപ്പായിരുന്നു. ഇതാണ് ടാൻ ലിയുടെ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയത്. They encouraged her to dream big and pursue her goals despite the challenges they faced. അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾക്കിടയിലും വലിയ സ്വപ്നം കാണാനും അവളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. She learned that family support is the key to achieving personal and professional success. വ്യക്തിപരവും തൊഴിൽപരവുമായ വിജയം കൈവരിക്കുന്നതിന് കുടുംബത്തിൻ്റെ പിന്തുണ വളരെ പ്രധാനമാണെന്ന് അങ്ങനെ അവൾ മനസ്സിലാക്കി. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 3. Now take a look at paragraph number 4. Tan Le also mentions how her family's sacrifices pushed her
to work even harder. അവളുടെ കുടുംബത്തിൻ്റെ ത്യാഗങ്ങൾ അവളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എങ്ങനെയെന്നും ടാൻ ലേ നമ്മോട് പറയുന്നു. She didn't want their efforts to go to waste. അവരുടെ ശ്രമങ്ങൾ പാഴാകാൻ അവൾ ആഗ്രഹിച്ചില്ല. This motivated her to strive for success in her career and personal life. ഇത് അവളുടെ കരിയറിലെയും വ്യക്തിജീവിതത്തിലെയും വിജയത്തിനായി പരിശ്രമിക്കാൻ അവളെ വളരെയധികം പ്രേരിപ്പിച്ചു. It made her a successful entrepreneur and innovator. അത് അവളെ ഒരു വിജയകരമായ സംരംഭകയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വിജയം ഉറപ്പാക്കുന്ന ഒരു പ്രൊഫഷണലും ആക്കി മാറ്റി. Well friends, this is paragraph number 4. Now take a look at the last paragraph. To conclude, Tan Le's story shows how strong family ties can help people overcome challenges. അവസാനമായി വെല്ലുവിളികളെ അതിജീവിക്കാൻ ശക്തമായ കുടുംബ ബന്ധങ്ങൾ ആളുകളെ എങ്ങനെ സഹായിക്കുമെന്ന് ടാൻ ലേയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. Her family's love, sacrifice and unity played a huge role in shaping her into the person she is today. അവളുടെ കുടുംബത്തിൻ്റെ സ്നേഹവും ത്യാഗവും ഐക്യവും അവളെ ഇന്നത്തെ വ്യക്തിയായി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. These bonds helped her reach her dreams and become a role model for others. ഈ ബന്ധങ്ങൾ അവളെ അവളുടെ സ്വപ്നങ്ങളിൽ എത്തിക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകാനും അവളെ വളരെയധികം സഹായിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ എസ്സേ. Now friends, take a look at essay question number 2. Here is the question. Examine Tan Le's views on displacement and discrimination faced by refugees and immigrants. അഭയാർത്ഥികളും കുടിയേറ്റക്കാരും നേരിടുന്ന കുടിയിറക്കം, വിവേചനപരമായ സമീപനം എന്നീ കാര്യങ്ങളെപ്പറ്റി ടാൻ ലിയുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് പരിശോധിക്കാമോ? ഇതാണ് ചോദ്യം. Well, take a look at the answer. Here is paragraph number 1. In her TED talk, Tan Le talks about the challenges that refugees and immigrants face, especially displacement. അഭയാർത്ഥികളും കുടിയേറ്റക്കാരും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുടിയിറക്കുകളെക്കുറിച്ച് തൻ്റെ ടെഡ് ടോക്കിൽ ടാൻ ലീ വളരെ വിശദമായി സംസാരിക്കുന്നു. She explains how leaving home is never easy, as it means losing everything familiar, your home, language and culture. വീട് വിട്ടു പോകുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ലെന്ന് ടാൻ ലീ വിശദീകരിക്കുന്നു. കാരണം നമുക്ക് പരിചിതമായ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. വീട്, ഭാഷ, സംസ്കാരം, അങ്ങനെയെല്ലാം. Refugees like her family had to start over in a new country, feeling lost and uncertain about the future. അവളുടെ കുടുംബത്തെ പോലുള്ള അഭയാർത്ഥികൾക്ക് ഒരു പുതിയ രാജ്യത്ത് എല്ലാം പുതുതായി തുടങ്ങേണ്ടി വന്നു. ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും അങ്ങനെയെല്ലാം. This is paragraph number 1. Now take a look at paragraph number 2. Tan Le also mentions the discrimination that many immigrants experience. പല കുടിയേറ്റക്കാരും അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ചും ടാൻ ലീ പറയുന്നു. In a new country, people often look at you differently because you don't speak the language well or because of where you come from. ഒരു പുതിയ രാജ്യത്ത് നിങ്ങൾ ഭാഷ നന്നായി സംസാരിക്കാത്തത് കൊണ്ടോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ടോ ആളുകൾ പലപ്പോഴും നിങ്ങളെ വ്യത്യസ്തമായി കാണുന്നു. This
can make refugees feel isolated and unwelcome, adding to the difficulties of adjusting. ഇത് അഭയാർത്ഥികൾക്ക് തങ്ങൾ ഒറ്റപ്പെട്ടവരും മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവരുമായി തോന്നും. പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. Well, this is paragraph number 2. Now take a look at paragraph number 3. Despite these challenges, Stanley believes that immigrants and refugees bring strength and resilience with them. ഈ വെല്ലുവിളികൾക്കിടയിലും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും ശക്തിയും പ്രതിരോധവും അവരോടൊപ്പമുണ്ടെന്ന് ടാൻലേ ഉറച്ചു വിശ്വസിക്കുന്നു. They work hard because they are motivated by the desire to build a better life for themselves and their families. തങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹത്താൽ അവർ കഠിനാധ്വാനം ചെയ്യുന്നു. This inner drive helps them overcome the obstacles they face. അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ഈ ഒരു ആന്തരിക പ്രചോദനം അവരെ സഹായിക്കുന്നു. Even when they are discriminated against or feel out of place. അവർ വിവേചനം നേരിടുമ്പോഴും അവർക്ക് സ്വന്തം ഒരു സ്ഥാനമില്ലായ്മ അനുഭവപ്പെടുമ്പോഴുമൊക്കെ ഇത് സംഭവിക്കുന്നു. Well friends, this is paragraph number 3. Now take a look at paragraph number 4. Stanley's story reflects how displacement and discrimination can be tough, but they can also push people to grow stronger. കുടിയിറക്കവും വിവേചനവുമൊക്കെ എങ്ങനെ കഠിനമാകുമെന്ന് ടാൻലേയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഇപ്പറഞ്ഞ കുടിയിറക്കത്തിനും വിവേചനത്തിനുമൊക്കെ ആളുകളെ കൂടുതൽ ശക്തരാക്കാനും കഴിയും. She talks about how her family faced prejudice but refused to let it stop them. തൻ്റെ കുടുംബം മറ്റുള്ളവരുടെ മുൻവിധിയോടെയുള്ള വിവേചനത്തെ എങ്ങനെ നേരിട്ടുവെന്നതിനെക്കുറിച്ച് അവൾ വിശദമായി സംസാരിക്കുന്നു. പക്ഷേ ഓർക്കണം, അത് അവരുടെ വളർച്ചയെ തടയാൻ അവർ ഒരിക്കലും അനുവദിച്ചില്ല. They focused on education, hard work and staying close as a family. വിദ്യാഭ്യാസം, കഠിനാധ്വാനം, കുടുംബവുമായി ഒന്നുചേർന്ന് ഒന്നായി കഴിയൽ എന്നിവയിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. Well friends, this is paragraph number 4. Now take a look at the last paragraph. In the end, Stanley's message is one of hope. അവസാനമായി ടാൻലേയുടെ സന്ദേശം ഒരു വലിയ പ്രത്യാശയുടേതാണ്. She believes that refugees and immigrants, despite the hardships, have the ability to succeed and make a positive impact. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും പ്രയാസങ്ങൾക്കിടയിലും വിജയിക്കാനും നല്ല സ്വാധീനം ചെലുത്താനുമുള്ള കഴിവുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. Not just for themselves, but for the countries they come to call home. തങ്ങൾക്ക് മാത്രമല്ല, അവർ സ്വന്തം നാടെന്ന് വിളിക്കാൻ പോകുന്ന രാജ്യങ്ങൾക്കും. ഇതാണ് ഉത്തരം. Thank you for watching. See you soon with another video. Until then, bye bye.